ഡെമോക്രസി, ജനാധിപത്യം എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കുന്നത്. എന്താണ് ഡെമോക്രസി? ഡെമോക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്ക് ഉണ്ടായി വന്നത്. ഡെമോ എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നും ആണ് അർത്ഥം. ഈ രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന ആധുനിക ഇംഗ്ലീഷിലേക്കുള്ള ഡെമോക്രസി എന്ന പദം ഉണ്ടായി വന്നത്. ജനാധിപത്യം എന്ന ആശയം ആധുനികമായ ആശയമാണ്. സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, സാഹോദര്യം എന്നീ ആശയങ്ങൾ പൂരകങ്ങളായ ആശയങ്ങളാണ്. സ്വാതന്ത്ര്യം, സമത്വം എന്നിവ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ്. ഇവ ആധുനികമായ ആശയങ്ങളാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈവിധ്യങ്ങളോടും വ്യത്യസ്തമായ ആശയങ്ങളോടും സഹിഷ്ണുത പുലർത്തുക എന്നതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രമാണം. തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളോട് പോലും സഹിഷ്ണുത വെച്ചു പുലർത്തലാണ് ജനാധിപത്യം. ഇതാണ് ജനാധിപത്യത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട്. ഭൂരിപക്ഷത്തിന്റെ ഹിതം മാത്രമാണ് ജനാധിപത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാണെന്ന് മാത്രം മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫാസിസത്തെ തിരിച്ചറിയാതെ പോകും. 100 ആളുള്ള ഒരു സ്ഥലത്ത് 99 ആളുകൾ ചേർന്നുകൊണ്ട് 100ാമത്തെ മനുഷ്യനെ തങ്ങളുടെ വിശ്വാസങ്ങൾക്കും തങ്ങളുടെ ആശയങ്ങൾക്കും എതിരു പറയുന്നു എന്നതുകൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചാൽ അത് ജനാധിപത്യമല്ല. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അയാളെ കൊല്ലുക എന്നതാണെങ്കിൽ അത് ജനാധിപത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. തീർച്ചയായും അത് ഫാസിസമാണ്. ഭൂരിപക്ഷത്തിന്റെ ഹിതം എല്ലായ്പ്പോഴും ജനാധിപത്യം ആയിക്കൊള്ളണമെന്നില്ല. അത് ഫാസിസമാകാനും വലിയ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ ജനാധിപത്യം എന്ന മൂല്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം എന്നാൽ അതൊരു രാഷ്ട്രീയ വ്യവസ്ഥിതി എന്നതിനപ്പുറം അതൊരു ജീവിത രീതിയാണ്. എല്ലാവരെയും തുല്യമായി കണക്കാക്കാനും എല്ലാവരോടും സഹിഷ്ണുത വെച്ചു പുലർത്താനും ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജനാധിപത്യം എന്ന ആശയം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായത് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആധുനിക ലോകരാഷ്ട്രങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയുണ്ടായി. അതുവരെ ഉണ്ടായിരുന്ന രാജ്യഭരണത്തിനും സ്വേച്ഛാധിപത്യത്തിനും ഏകാധിപത്യത്തിനും പ്രാധാന്യമില്ലാതായി വരികയും എല്ലാ മനുഷ്യർക്കും ഇടമുള്ള ഭരണവ്യവസ്ഥിതി ഉണ്ടാവണം എന്ന ആലോചനയുടെ ഭാഗമായി ഭൂരിപക്ഷം മനുഷ്യരും തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണം എന്ന ആശയം ഉണ്ടായി. അങ്ങനെ ജനാധിപത്യം എന്ന ആശയത്തെ, ജനാധിപത്യം എന്ന വിശാലമായ ആശയത്തെ ഭരണകൂടത്തിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ടൂളായി അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് തെരഞ്ഞെടുപ്പും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായവും ആവുന്നത്. ജനാധിപത്യം എന്നത് ഈ ഭൂരിപക്ഷത്തിന്റെ ഹിതം മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്ക് ഫാസിസത്തെയും ജനാധിപത്യത്തെയും തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്നതും ഭൂരിപക്ഷത്തിന്റെ ഹിതം എന്നതും ജനാധിപത്യം എന്ന ആശയത്തെ ഭരണകൂടത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ടൂളായി ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ജനാധിപത്യത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടും ഇടുങ്ങിയ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യം എന്ന വലിയ ആശയം ഭരണകൂട വ്യവസ്ഥയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഭരണകൂടത്തെ എങ്ങനെ തീരുമാനിക്കും? എന്നാൽ പിന്നെ ജനങ്ങളുടെ ഹിതമനുസരിച്ച് ജനങ്ങളുടേതായ ഭരണം വരട്ടെ എന്ന ആലോചനയിൽ നിന്നാണ് ഈ ജനാധിപത്യം എന്ന കാഴ്ചപ്പാടിനെ ഭരണകൂടത്തിലേക്ക് അപ്ലൈ ചെയ്തൊരു ടൂളായി അപ്ലൈ ചെയ്തപ്പോഴാണ് ഭൂരിപക്ഷത്തിന്റെ ഹിതം ജനാധിപത്യമായത്, ജനാധിപത്യ ഭരണമായത്. ഇത് ജനാധിപത്യം എന്ന വലിയ ആശയവും അതിൻ്റെ പ്രായോഗികതയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ജനാധിപത്യ ഭരണവ്യവസ്ഥയെക്കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതൊക്കെ ആ ജനാധിപത്യം എന്ന വലിയ ആശയത്തെ ഭരണകൂടത്തിന്റെ ടൂളായി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി. ആദ്യം നമുക്ക് ജനാധിപത്യ ഭരണത്തിന്റെ ഡെഫിനിഷനാണ് നോക്കുന്നത്. പ്രൊഫസർ സീലി പറഞ്ഞത്, ഡെമോക്രസി ഈസ് എ ഗവൺമെന്റ് ഇൻ വിച്ച് എവരിബഡി ഹാസ് എ ഷെയർ. ജനാധിപത്യം എന്നത് ഒരു ഗവൺമെന്റ് ആണ്, അത് എല്ലാവർക്കും പങ്കുള്ള ഗവൺമെന്റ് ആണ്. അബ്രഹാം ലിങ്കൺ പറഞ്ഞത്, ഡെമോക്രസി ഈസ് എ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനാധിപത്യം എന്നത്
ജനങ്ങളുടെ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് എന്നാണ്. ജനാധിപത്യം ഒരു ഭരണ സംവിധാനമാണ്. ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ഭരിക്കപ്പെടുന്ന ഈ ഭരണ സംവിധാനം പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക അവകാശങ്ങളും മുൻനിർത്തി നിയമനിർമ്മാണ ഭരണനിർവഹണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത്. ജനാധിപത്യ ഭരണത്തിൽ പരമാധികാരം ആത്യന്തികമായി ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ഭരണ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രീതിയാണ് ജനാധിപത്യം. ജനങ്ങളുടെ അനുമതിയോടും അംഗീകാരത്തോടും കൂടി മാത്രം നിലനിർത്താൻ സാധിക്കുന്ന ഭരണ സംവിധാനമാണിത്. ജനങ്ങൾ ഈ അധികാരം വിനിയോഗിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഭരണനിർവഹണത്തിനുള്ള അധികാരം ജനപ്രതിനിധികൾക്ക് ജനങ്ങൾ കൽപ്പിച്ചു നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റിന്റെ തരങ്ങളാണ്. വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്? രണ്ട് തരത്തിലുള്ള ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളുണ്ട്. ഒന്ന് ഡയറക്റ്റ് ഡെമോക്രസി ഓർ പ്യുവർ ഡെമോക്രസി, ശുദ്ധമായ അല്ലെങ്കിൽ നേരിട്ടുള്ള ജനാധിപത്യം. മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി, പരോക്ഷമായ അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് ഡെമോക്രസിയെ കുറിച്ചാണ്. ജനങ്ങൾ നേരിട്ട് ഭരണപ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്ന ഭരണ സംവിധാനമാണ് പ്രത്യക്ഷ ജനാധിപത്യം. രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഒരു പൊതുയോഗത്തിൽ ഒത്തുചേർന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ സാധൂകരിക്കുന്നതിനുള്ള നയങ്ങളും പദ്ധതികളും രൂപീകരിക്കുന്ന ഭരണ സംവിധാനമാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. പുരാതന ഗ്രീക്ക്, റോമൻ സിറ്റി സ്റ്റേറ്റുകളിൽ ഇത് നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലെ ഗ്രാമസഭകൾ ഇതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. പ്രത്യക്ഷ ജനാധിപത്യം ആധുനിക പുതിയ കാലത്ത് അപ്രായോഗികമാണ് എങ്കിലും പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ചില മാർഗങ്ങൾ സ്വിറ്റ്സർലാൻഡ് പോലുള്ള ചില രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആ മാർഗങ്ങളാണ് ഇനി നമ്മൾ നോക്കാനിരിക്കുന്നത്. കാരണം പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു പൊതുവേദി എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങളിൽ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പരോക്ഷ ജനാധിപത്യമാണ് നിലനിർത്തുന്നത്. പക്ഷെ സ്വിറ്റ്സർലാൻഡിനെ പോലുള്ള രാജ്യങ്ങൾ പ്രത്യക്ഷ ജനാധിപത്യം നിലനിർത്തുന്നുണ്ട്. ഈ കാലത്തും അവർ ചില മാർഗങ്ങളിലൂടെയാണ് പ്രത്യക്ഷ ജനാധിപത്യം നിലനിർത്തുന്നത്. 4 മാർഗങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന് റഫറൻഡം, ഒന്ന് ഇനീഷ്യേറ്റീവ്, മറ്റൊന്ന് പ്ലെബിസിറ്റ്, മറ്റൊന്ന് റീകാൾ. ഇങ്ങനെ 4 മാർഗങ്ങളാണ് ഇത്തരം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് വിശദമായി നോക്കാം. ഒന്നാമതായി റഫറൻഡം. രാജ്യത്തെ നിയമസഭ പാസാക്കിയ ഒരു നിയമം അല്ലെങ്കിൽ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കുന്നതിനായി നടത്തുന്ന ജനഹിത പരിശോധനയാണ് റഫറൻഡം എന്ന് പറയുന്നത്. രാജ്യത്ത് എന്തെങ്കിലും നിയമസഭ ഒരു നിയമം നിയമസഭ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ള ഭരണഘടനയിൽ വല്ല ഭേദഗതിയും നിയമ ഭേദഗതിയും നടപ്പാക്കുന്നതിന് മുമ്പായി ജനങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങളിങ്ങനെ നിയമം ഉണ്ടാക്കുന്നു, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ജനങ്ങളോട് നേരിട്ട് ചോദിക്കുന്നു. അങ്ങനെ ആ നിയമത്തിന് ഭൂരിപക്ഷം ജനങ്ങളും പിന്തുണയ്ക്കുകയാണെങ്കിൽ അവർ നിയമം ഉണ്ടാക്കുന്നു. ഭൂരിപക്ഷം ജനങ്ങളും പിന്തുണക്കുന്നില്ലെങ്കിൽ അവർ നിയമം ഉണ്ടാക്കില്ല. ഇത് ഓരോ നിയമം ഉണ്ടാക്കുമ്പോഴും അവർ ജനങ്ങളോട് ചോദിക്കും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അതിന് സാധ്യമല്ല. കാരണം ഇന്ത്യയിൽ എല്ലാ ആളുകളോടും ചോദിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം സമയവും അത്രമാത്രം സാമ്പത്തിക ചെലവുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാലോ, രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെ ഭീകരമായ ചിലവും ഭീകരമായ സമയവും ആവശ്യമാണ്. കാരണം അത്രമാത്രം ജനങ്ങൾ, കോടിക്കണക്കിന് 130-140 കോടി ജനങ്ങളുള്ള രാജ്യത്ത് അത്രമാത്രം ആളുകളോട് എല്ലാ കാര്യത്തെക്കുറിച്ചും നിരന്തരം നിയമങ്ങളെക്കുറിച്ച് ചോദിക്കുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ ഒരു ശ്രമകരമായ ജോലി ആയതുകൊണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് നടക്കുന്നില്ല. പക്ഷേ സ്വിറ്റ്സർലാൻഡിനെ പോലുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള നിയമസഭ പാസാക്കിയ ഒരു നിയമം അല്ലെങ്കിൽ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് ചോദിക്കും. ജനങ്ങൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ അത് നടപ്പാക്കുകയുള്ളൂ എന്നർത്ഥം. ഇതാണ് റഫറൻഡം. രണ്ടാമത്തത് ഇനീഷ്യേറ്റീവാണ്. രാജ്യത്തെ ജനങ്ങൾക്കൊരു നിയമം നിർമ്മിക്കുന്നതിന് നിർദ്ദേശിക്കാനുള്ള അധികാരമുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് അവിടെ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിർദ്ദേശം വെക്കാനുള്ള നിയമം ഉണ്ടാക്കുന്നതിന് നിർദ്ദേശം വെക്കാൻ കഴിയുന്നുണ്ട്. അതിന് ജനങ്ങൾ നിയമനിർമ്മാണ സഭയ്ക്ക് നിയമനിർമ്മാണ നിർദ്ദേശം നൽകുന്ന പ്രക്രിയ, ആ പ്രക്രിയയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നിശ്ചിത ശതമാനം പൗരന്മാർ
വോട്ട് ചെയ്തുകൊണ്ട് ഇന്ന നിയമം ഉണ്ടാക്കണമെന്ന് അങ്ങോട്ട് പറയുന്നു. ഉണ്ടാക്കിയ നിയമം നടപ്പാക്കണോ വേണ്ടയോ എന്ന് ചോദിക്കാനായിരുന്നു റഫറൻഡമെങ്കിൽ ജനങ്ങൾ അങ്ങോട്ട് ഇന്ന നിയമം ഉണ്ടാക്കണമെന്ന് പറയുന്നതിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്ലബിസിറ്റ്. പ്ലബിസിറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ പൊതുജന താല്പര്യമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിനും ജനാഭിപ്രായം അറിയുന്നതിന് വേണ്ടി നടത്തുന്ന വോട്ടിംഗ് പ്രക്രിയയാണിത്. രാജ്യത്തെ എന്തെങ്കിലും പൊതുകാര്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ജനങ്ങളോട് നേരിട്ട് ചോദിക്കും. ആ ചോദിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടലിനെയാണ്, അങ്ങനെ അഭിപ്രായം തേടലിലൂടെ നടത്തുന്ന വോട്ടെടുപ്പിനെയാണ് പ്ലബിസിറ്റ് എന്ന്, ഹിതപരിശോധന എന്ന് പറയുന്നത്. മറ്റൊന്ന് റീകാളാണ്. നാലാമത്തെ കാര്യം റീകാളാണ്, തിരിച്ചു വിളിക്കലാണ്. ജനപ്രതിനിധികളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുള്ളവരാണെങ്കിൽ കാലാവധി തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഒരാൾ ജനപ്രതിനിധിയാവുന്നു, അയാൾ കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ ജനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് അവരെ തിരിച്ചു വിളിക്കാൻ 4 വർഷമോ 5 വർഷമോ കാലാവധി ഉണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ അവരെ തിരിച്ചു വിളിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നു. ഇതാണ് റീകാൾ എന്ന് പറയുന്നത്. ഇത് 4ഉം ഡയറക്റ്റ് ഡെമോക്രസിയിൽ നടക്കുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ഡെമോക്രസിയുടെ പ്രത്യേകതകളാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയോ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. ജനങ്ങൾ തങ്ങളുടെ അധികാരം പ്രതിനിധികളിലൂടെ വിനിയോഗിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തെയാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. നിയമനിർമ്മാണ അധികാരം തങ്ങളുടെ പ്രതിനിധികളെ ചുമതലപ്പെടുത്തുന്നു എന്നതാണ് പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. ഇന്ത്യ പോലെ വലിയ രാജ്യങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളാണ്, അംഗസംഖ്യയിൽ കൂടുതലുള്ള രാജ്യങ്ങൾ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പ്രൊസീജിയൽ ഡെമോക്രസിയും സബ്സ്റ്റൻസീവ് ഡെമോക്രസിയും. ഇത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ജനാധിപത്യ ഭരണം ആധുനിക ലോകത്ത് വലിയ സ്വീകാര്യതയുള്ള ഭരണ സംവിധാനമാണ് എന്ന് നമുക്കറിയാലോ. എങ്കിലും ഒരേ രീതിയിലല്ല ജനാധിപത്യ ഭരണക്രമം മുന്നോട്ട് പോകുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ്. പ്രധാനമായിട്ടും നമ്മൾ ഒരു വേർതിരിവ് പറയുകയാണെങ്കിൽ ജനാധിപത്യ ഭരണ സംവിധാനത്തെ തന്നെ 2 തരത്തിൽ തരംതിരിക്കാവുന്നതാണ്. ഒന്ന് പ്രൊസീജിയൽ ഡെമോക്രസിയും മറ്റൊന്ന് സബ്സ്റ്റൻസീവ് ഡെമോക്രസിയും. ഈ പ്രൊസീജിയൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതേസമയത്ത് സബ്സ്റ്റൻസീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. എന്താണെന്ന് ഞാൻ അതിൻ്റെ ആശയം ആദ്യം പറയാം, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള നോട്ടുകൾ വിശദീകരിച്ച് പറയാം. പ്രൊസീജിയൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ അവിടെ ജനാധിപത്യ ഭരണത്തെ സുഗമമാക്കുന്ന പ്രക്രിയകളെയും സ്ഥാപനങ്ങളെയും ഊന്നിപ്പറയുന്നതാണ് പ്രൊസീജിയൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അതേസമയത്ത് സബ്സ്റ്റൻസീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ ഫലങ്ങളെയും ആദർശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ്. വളരെ സിമ്പിളാണ്, ഞാൻ വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വളരെ കൃത്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവിക്കുന്ന, വോട്ട് ചെയ്യുന്ന സ്ഥലം അതേതാണ്? ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന സ്ഥലം ഇന്ത്യയാണ്. എല്ലാവർക്കും അറിയാലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സ്ഥലമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന സ്ഥലം ഇന്ത്യയാണ്. നമ്മൾ ഇടവേളകളിലായിട്ട് പ്രധാനമായിട്ട് 5 വർഷങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പുതിയ ഗവൺമെൻറ്റിനെ രൂപീകരിക്കുന്നു, പുതിയ മാറി ഗവൺമെൻറ്റുകൾ വരുന്നു. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണല്ലോ കാണിക്കുന്നത്. അതേ സമയത്ത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഇന്ത്യയിൽ എത്രയുണ്ട്? ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഇന്ത്യയിൽ ജനാധിപത്യപരമായിട്ടുള്ള അതിൻ്റെ ആദർശങ്ങൾ എത്രമാത്രം ഉണ്ട്? നമുക്കറിയാലോ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ്, ഇന്ത്യയിലെ ദളിതരുടെ അവസ്ഥ എന്താണ്, ഇന്ത്യയിലെ സാധാരണപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്താണ്, ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യൻ പട്ടിണിയിലേക്ക് വീണ്ടും കൂപ്പുകുത്തി ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലേക്കുമാവുകയും അതേ സമയത്ത് വലിയ മുതലാളിമാർ വീണ്ടും മുതലാളിമാരാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അസമത്വം നിലനിൽക്കുന്ന രാജ്യത്ത്, ഇങ്ങനെ ഒരു ന്യൂനപക്ഷങ്ങളും
അതേപോലെ ദളിതരുമൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ക്രമത്തിൽ ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നു, അതേസമയത്ത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് പ്രൊസീജിയൽ ഡെമോക്രസിയും സബ്സ്റ്റൻസീവ് ഡെമോക്രസിയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രൊസീജിയൽ ഡെമോക്രസി എന്ന് പറയുന്നത് നടപടിക്രമ ജനാധിപത്യമാണ്. ജനാധിപത്യ ഭരണത്തെ സുഗമമാക്കുന്ന പ്രക്രിയകളെയും സ്ഥാപനങ്ങളെയും ഊന്നിപ്പറയുന്നതാണ് പ്രൊസീജിയൽ ഡെമോക്രസി എന്ന് പറയുന്നത്. ആ രാജ്യത്തെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, അതുപോലുള്ള രാജ്യത്തെ നിയമനിർമ്മാണത്തിൽ നമ്മളെ പാർലമെൻറ്റ്, പുതിയ ഗവൺമെൻറ്റുകൾ, അങ്ങനെയൊക്കെ നല്ല കൃത്യമായിട്ട് പ്രവർത്തിക്കും. ഭരണത്തെ സുഗമമാക്കുന്ന പ്രക്രിയകളെയും സ്ഥാപനങ്ങളെയും വളരെ കൃത്യമായിട്ട് നടക്കും. അതിനെയാണ് പ്രൊസീജിയൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അതേസമയത്ത് അടിസ്ഥാന ജനാധിപത്യം, സബ്സ്റ്റൻസീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ ഫലങ്ങളെയും ആദർശങ്ങളെയും ഉയർത്തിപ്പിടിക്കും. അങ്ങനെ സ്ഥാപനങ്ങൾ മാത്രം ജനാധിപത്യപരമായതുകൊണ്ട് കാര്യമില്ല, അവിടെയുള്ള പ്രവർത്തനങ്ങളും ജനാധിപത്യപരമാവണം. അത് പറയുന്നതാണ് സബ്സ്റ്റൻസീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസീജിയൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം, പൗരന്മാർക്ക് അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ വിനിയോഗിക്കാൻ പ്രാപ്തമാക്കുന്ന സംവിധാനങ്ങളിലും സ്ഥാപനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പ്രൊസീജിയൽ ഡെമോക്രസി. പൗരന്മാർക്ക് അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ വിനിയോഗിക്കാൻ പ്രാപ്തമാക്കുന്ന സംവിധാനങ്ങളിലും സ്ഥാപനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ നമുക്ക് 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, 5 കൊല്ലം കൂടുമ്പോൾ ഗവൺമെൻറ് മാറുന്നു, അതേപോലെ 5 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇടവേളകളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മൾ രാഷ്ട്രീയ അവകാശങ്ങൾ വിനിയോഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നു, ലോക്സഭ പ്രവർത്തിക്കുന്നു, രാജ്യസഭ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്നു. നടപടിക്രമ ജനാധിപത്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിയമവാഴ്ച നടക്കുന്നു, അധികാര വിഭജനം നടക്കുന്നു, സംസാര സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു, സമ്മേളന സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു, പത്രസ്വാതന്ത്ര്യം ഉണ്ടാകുന്നു, പൗരസ്വാതന്ത്ര്യം ഉണ്ടാകുന്നു, ഒക്കെ ഉണ്ടാകുന്നു. മനുഷ്യരെല്ലാവരും വോട്ട് ചെയ്യുന്നു. അതേപോലെ രാജ്യത്ത് കോടതികൾ പ്രവർത്തിക്കുന്നു, നിയമനിർമ്മാണ സഭകൾ പ്രവർത്തിക്കുന്നു, അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ ജനാധിപത്യ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് പ്രൊസീജിയൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അതേസമയത്ത് സബ്സ്റ്റൻസീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയകളുടെ ഔപചാരികതകൾക്കപ്പുറം, ഔപചാരികത എന്ന് പറയുന്നത് ഈ ഭരണ സംവിധാന സ്ഥാപനങ്ങൾക്കപ്പുറം ഭരണത്തിൻ്റെ യഥാർത്ഥ ഫലങ്ങളിൽ, അതിൻ്റെ റിസൾട്ടിൽ, അതിൻ്റെ ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതാണ് മൗലിക ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സമത്വം ഉണ്ടായിരിക്കുക, നീതി ഉണ്ടായിരിക്കുക, മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങൾ, അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളാണല്ലോ. ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നത് നോക്കുന്ന, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് സബ്സ്റ്റൻസീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഒരു മൗലിക ജനാധിപത്യത്തിൽ, ഈ സബ്സ്റ്റൻസീവ് ഡെമോക്രസിയിൽ പൗരന്മാർ ആസ്വദിക്കുന്ന ജീവിത നിലവാരത്തിലും അവരുടെ അവകാശങ്ങളിലും സ്വാതന്ത്ര്യങ്ങളിലും എത്രത്തോളം പൗരന്മാർക്ക് അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അത് എത്രത്തോളം മെച്ചപ്പെട്ട ജീവിതം ഉണ്ട് എന്ന് അവർ നോക്കുന്നു. അപ്പോൾ സാമ്പത്തിക സമത്വം ഉണ്ടാവുക, സാമൂഹ്യ നീതി ഉണ്ടാവുക, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ശാക്തീകരിക്കുക തുടങ്ങിയ മൗലിക ജനാധിപത്യ ആശയങ്ങളുടെ ഫലത്തിലാണ് ഈ സബ്സ്റ്റൻസീവ് ജനാധിപത്യം, സബ്സ്റ്റൻസീവ് ഡെമോക്രസി അഭിസംബോധന ചെയ്യുന്നത്. ജനാധിപത്യത്തിൻ്റെ നേട്ടങ്ങൾ ഒരു പൗരാവകാശമുള്ള ചുരുക്കം ചിലർക്ക് മാത്രം പരിമിതപ്പെടുത്താതെ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും അത് ഉറപ്പാക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന് ദാരിദ്ര്യം കുറയ്ക്കാൻ കഴിയണം, ജീവിത നിലവാരം കൂട്ടാൻ സാധിക്കണം, വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണമൊക്കെ ഉണ്ടാവണം, ലിംഗസമത്വത്തെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ മഹിതമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാടിനെ, അതിൻ്റെ ഫലത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് സബ്സ്റ്റൻസീവ് ഡെമോക്രസി പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. അപ്പോൾ സബ്സ്റ്റൻസീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ആശയത്തിൻ്റെ ഫലത്തെയാണ് പ്രതിഫലിക്കുന്നത്. അതേസമയത്ത് പ്രൊസീജിയൽ ഡെമോക്രസി ഉയർത്തിപ്പിടിക്കുന്നത് അതിൽ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നോക്കിയിട്ടാണ് പ്രൊസീജിയൽ ഡെമോക്രസിയാണ് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു പ്രൊസീജിയൽ ഡെമോക്രസി നടക്കുന്ന രാജ്യമാണ്. അതേസമയത്ത് ഇന്ത്യയിൽ സബ്സ്റ്റൻസീവ് ഡെമോക്രസി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ കൊറോണ കാലത്ത് പോലും
ഈ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? അദാനിയും അംബാനിയും ഒക്കെ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും അതേ സമയത്ത് പട്ടിണിപ്പാവനങ്ങളായ മനുഷ്യർ വീണ്ടും പട്ടിണി പാവങ്ങളാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ദാരിദ്ര്യവും കഷ്ടപ്പാടും അസമത്വവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ദുരിതം കൊണ്ട്, ഈ പട്ടിണി കൊണ്ട് മരിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ ഇന്ത്യയുടെ ഇൻഡെക്സ് കണ്ടല്ലോ, ലോകത്ത് പട്ടിണി സൂചിക കണ്ടു, ഹാപ്പിനെസ് ഇൻഡെക്സ് കണ്ടു, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഇൻഡെക്സിലും ഇന്ത്യ 100-ന് പുറത്താണ് വരുന്നത്. അങ്ങനെ 100-ന് പുറത്തായ ഒരു രാജ്യം, പട്ടിണി പാവങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം, സ്വാഭാവികമായിട്ടും അത് ഒരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നിങ്ങനെയാണ് പറയുന്നത്. അത് പ്രൊസീജിയൽ ഡെമോക്രസിയാണ്, അതേസമയത്ത് സബ്സ്റ്റൻസി ഡെമോക്രസി അല്ല എന്നാണ്. അപ്പോൾ ഇതാണ് പ്രൊസീജിയൽ ഡെമോക്രസിയും സബ്സ്റ്റൻസി ഡെമോക്രസിയും തമ്മിലുള്ള വ്യത്യാസം. ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്നാമത്തത് സാമൂഹിക സാമ്പത്തിക സമത്വം ഉണ്ടാവുക എന്നതാണ്. സാമൂഹിക സാമ്പത്തിക സമത്വമുള്ള പൗരസമൂഹമേ സജീവമായി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുകയുള്ളൂ. സാമ്പത്തിക സമത്വം എന്നാൽ മാന്യമായ ജീവിതം നയിക്കാൻ ആവശ്യമായ അടിസ്ഥാന ജീവിത സാഹചര്യം ഉണ്ടാവുക എന്നതാണ്. സാമൂഹിക സമത്വം എന്നാൽ ജാതി, മത, വർഗ, ലിംഗ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിവേചനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഇങ്ങനെ സാമൂഹിക സാമ്പത്തിക സമത്വമുള്ള സമൂഹത്തിലെ ജനാധിപത്യത്തിന്റെ വിജയം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം അധികാര വികേന്ദ്രീകരണമാണ്. അധികാരം കേന്ദ്രീകരിക്കുക എന്നത് ജനാധിപത്യ സ്വഭാവമല്ല. അധികാരം വികേന്ദ്രീകരണത്തിലൂടെ അധികാരം താഴെത്തട്ടിലുള്ള മനുഷ്യരിലേക്ക് എത്തിയാൽ മാത്രമേ ജനപങ്കാളിത്തത്തോടെയും ജനപിന്തുണയോടെയുമുള്ള ഭരണം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതും ജനാധിപത്യ വിജയത്തിന്റെ ആവശ്യമായ ഘടകമാണ്. മൂന്നാമത്തെ കാര്യം പാർട്ടി സംവിധാനമാണ്. ജനാധിപത്യ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകം രാഷ്ട്രീയ പാർട്ടികളാണ്. ഗവൺമെന്റിന്റെ രൂപീകരണത്തിനും പൊതുജനാഭിപ്രായത്തിനും സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ ഭരണകർത്താക്കൾക്ക് മുമ്പാകെ എത്തിക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമാണ്. ഇത് ജനാധിപത്യത്തിന്റെ നിർണായകമായ ഘടകമാണ്. നാലാമത്തെ കാര്യം സഹിഷ്ണുതയും ഐക്യവുമാണ്. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ തുടങ്ങിയ ആശയ വൈവിധ്യങ്ങളോട് സഹിഷ്ണുത പുലർത്തുന്ന ഒരു സമൂഹം ജനാധിപത്യത്തിന്റെ നടത്തിപ്പിന് അനിവാര്യമാണ്. മറ്റൊന്ന്, അഞ്ചാമത്തത് ഭരണഘടനയും സ്വതന്ത്രമായ നീതിന്യായ സംവിധാനവുമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവകാശങ്ങളുടെ മേലെ ഭരണകൂടം കടന്നുകയറാതിരിക്കുന്നതിനും ജനങ്ങളുടെ അവകാശങ്ങളും ഭരണകൂടത്തിന്റെ അധികാര പരിധിയും നിർണയിക്കുന്നതിനും ഒരു രാജ്യത്ത് ഭരണഘടന ഉണ്ടാവുക എന്നത് ജനാധിപത്യ വിജയത്തിന്റെ അനിവാര്യമാണ്. മാത്രമല്ല, നിയമങ്ങൾ ലംഘിക്കുന്നവരാരായാലും അവരെ ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായ സ്വതന്ത്ര നീതിന്യായ സംവിധാനവും ജനാധിപത്യ നടത്തിപ്പിന് അനിവാര്യമാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പൊതുശ്രദ്ധ ലഭിക്കുന്നതിനും ഭരണകൂടം നടത്തുന്ന അവകാശ ലംഘനങ്ങൾ തുറന്നു കാട്ടുന്നതിനും വിമർശിക്കുന്നതിനും ഭരണകൂടത്തിനും ജനങ്ങൾക്കുമിടയിൽ സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്നതിനും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഏഴാമത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾ നടക്കണം. കൃത്യമായ ഇടവേളകളിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതും ജനാധിപത്യ വിജയത്തിന്റെ പ്രധാന ഘടകമാണ്. എട്ടാമത്തത് ജനാധിപത്യ പ്രബുദ്ധതയുള്ള സമൂഹം ഉണ്ടാവുക എന്നതാണ്. ജനാധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ച പൗരസമൂഹം ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ്. പ്രബുദ്ധതയോടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ജനാധിപത്യ മൂല്യങ്ങൾ സാംശീകരിച്ച് വൈവിധ്യമാർന്ന ആശയങ്ങളോടും മൂല്യങ്ങളോടും സഹിഷ്ണുത വെച്ചു പുലർത്തുകയും ചെയ്യുന്ന പൗരസമൂഹമാണ് ജനാധിപത്യ നിലനിൽപ്പിന്റെ ആവശ്യം. മറ്റൊന്ന്, ശക്തവും ക്രിയാത്മകവുമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നതാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സക്രിയമായി വിമർശിക്കുകയും വിലയിരുത്തുകയും വീക്ഷിക്കുകയും ക്രിയാത്മകമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുക എന്നത് പ്രതിപക്ഷത്തിന്റെ ജോലിയാണ്. ക്രിയാത്മകമായ പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പത്താമത്തത് സത്യസന്ധമായ ഭരണം ഉണ്ടാവുക എന്നുള്ളതാണ്. അഴിമതിരഹിതവും ജനങ്ങളോട് ഉത്തരവാദിത്വ ബോധമുള്ള ഭരണ സംവിധാനം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ കണ്ടന്റായിട്ട് പറയാനുള്ളത്. ഇത് വിശദീകരിച്ച് മനസ്സിലാക്കി പഠിക്കലാണ് പ്രധാനം. ഓക്കെ, താങ്ക് യു.